ഹലോ ഫ്രണ്ട്സ്, ജനനായകൻ പടത്തിൽ സ്റ്റോറിയുള്ള ത്രെഡിനെ കുറിച്ചുള്ള ചില ലീക്സ് അല്ലെങ്കിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ സച്ചിൻ റീ റിലീസ് ഫസ്റ്റ് ഡേ കളക്ഷനുമാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. സച്ചിൻ ഇന്നലെ റീ റിലീസ് ചെയ്ത് വൻ വരവേൽപ്പാണ് കിട്ടിയത്. വേൾഡ് വൈഡ് റിലീസ് ചെയ്തെങ്കിലും ഒരുപാട് സിനിമകൾ റിലീസ് ഉള്ളത് കൊണ്ട് തന്നെ ലിമിറ്റഡ് റിലീസാണ് ചെയ്തിരുന്നത്. എന്നിട്ടും വൻ തൂക്കാണ് നടത്തിയിരിക്കുന്നത്. തമിഴ് ISG റീ റിലീസ് FD എന്നത് ഗില്ലിയാണ്. 10 കോടിയായിരുന്നു ആദ്യ ദിനം എടുത്തത്. ഓൾ ടൈം റെക്കോർഡ് ഓപ്പണിംഗ് ഇൻ ഇന്ത്യ എന്ന് പറയാം. ഫൈനൽ ഏകദേശം 32 കോടിക്ക് മുകളിലും വന്നു. സൗത്തിൽ നമ്പർ 1 കളക്ഷൻ ഇൻ റീ റിലീസ് ഇന്ത്യയിൽ 2ാം സ്ഥാനമാണ്. ഫസ്റ്റ് തുമ്പാട് 36 കോടി, സെക്കൻഡ് ഗില്ലി 32 കോടി. അപ്പോൾ സച്ചിനിലോട്ട് വരുമ്പോൾ തമിഴില് നോൺ ഗില്ലി റെക്കോർഡ് ഓപ്പണിംഗ് എന്ന് ഇട്ടിരിക്കുകയാണ്. ഗില്ലി റീ റിലീസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയ റീ റിലീസ് പടം. ലിമിറ്റഡ് റിലീസ് വെച്ചും ഏകദേശം ഗില്ലിക്കൊപ്പം തന്നെ FD എന്ന് ഇട്ടിട്ടുണ്ട്. 6 or 7 CRന്റെ അടുത്ത് ഫസ്റ്റ് ഡേ നേടിയെന്നാണ് റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത്. കൃത്യമായുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഫീൽ ഗുഡ് മൂവി റീ റിലീസ് ചെയ്തിട്ട് ഇത്രയ്ക്കും വലിയ ഓപ്പണിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു ഓൾ ടൈം റെക്കോർഡായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. നെക്സ്റ്റ് ജനനായകൻ അപ്ഡേറ്റ്. ജനനായകൻ ലീക്സ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും സ്പോയിലർ ആക്കുന്ന ലീക്ക് ഒന്നുമല്ല കിട്ടുന്നത്. കിട്ടുന്ന വാർത്തകൾ വെച്ച് ജനനായകൻ റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്നുള്ള സംഭവങ്ങൾ പടത്തിൽ ഉണ്ട് എന്നതാണ്. വിഷയമെന്ന് പറയുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ റീസെന്റായി നടന്ന ഇൻസിഡൻസ് ബേസ് ചെയ്തും പടം ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. ഒരുപാട് മുൻപ് നടന്നതല്ല, ഈ ഇടയ്ക്ക് നടന്ന ഒരുപാട് കാര്യം, ഈ കേരളത്തിലായാലും ഈ ഇടയ്ക്ക് നടന്ന ഇൻസിഡൻസും ജനനായകൻ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ പറയുന്നത്. ഒരുപാട് റിയൽ ലൈഫ് സ്റ്റോറി ഇൻക്ലൂഡ് ചെയ്ത ഒരു ചിത്രമാണ്. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ജനനായകൻ ഒരു പക്ക പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയാണെന്നത്. ഒരുപാട് വിവാദമുണ്ടാക്കാൻ പോകുന്ന ചിത്രമാണ്. എന്തായാലും ഇതിന് ട്രെയിലർ വന്നാൽ മാത്രമാണ് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നു കമന്റ് ചെയ്യുക. അതുപോലെ താഴെ കാണാൻ ലൈക്ക് ബട്ടണം, ഷെയർ ബട്ടണം, സബ്സ്ക്രൈബ് ബട്ടണം, ബെൽ ബട്ടൺ കൊള്ളായിരുന്നു. ഇങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.